ഭയപ്പെട്ടും ഒറ്റപ്പെട്ടും പോകുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം. അപ്രകാരമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുമ്പിൽ പകച്ചു പോകുന്ന നിമിഷങ്ങളും നേരങ്ങളും സംഭവിക്കാം. എന്നാലൊരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ ദൈവം തൻ്റെ വാഗ്ദത്ത വചനവുമായി തൻ്റെ മക്കളെ സഹായിക്കും. ദൈവം തൻ്റെ ശക്തിയേറിയ വിടുതലുകൾ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അയക്കും. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം, അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അതെ, ഒരു നിർണായക സാഹചര്യത്തിൽ അബ്രഹാം ഭയപ്പെട്ടു പോകുന്ന ഒരു ജീവിത സാഹചര്യം. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവവാക്ക് കേട്ട് ദൈവാലോചന അനുസരിച്ച് ഇറങ്ങിത്തിരിച്ച മനുഷ്യനാണ്. എന്നാൽ ഒരിക്കൽ 4 രാജാക്കന്മാർ സോദോം ഗോമോറയിൽ വെച്ച് അബ്രഹാമിനെ തോൽപ്പിച്ച് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, യുദ്ധം ചെയ്യുവാൻ തനിക്ക് നേരെ കടന്നു വന്നു. ആ സമയത്ത് അബ്രഹാം വളരെ നിർണായകമാകുന്ന പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. എന്നാൽ 4 രാജാക്കന്മാരെയും അബ്രഹാം തൻ്റെ വീട്ടിൽ വളർത്തിയ ശക്തന്മാരാകുന്ന പടയാളികളോട് ചേർന്ന്, അല്ലെങ്കിൽ അഭ്യാസികളോട് ചേർന്ന് നിന്നുകൊണ്ട് തോൽപ്പിച്ച് ഉന്മൂലനാശം വരുത്തി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെ, ക്ഷീണം സംഭവിക്കുമ്പോൾ, ബലഹീനത സംഭവിക്കുമ്പോൾ, ധൈര്യം ചോർന്നു പോകുമ്പോൾ, ആരും സഹായിക്കാനില്ലാതെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം തൻ്റെ ഭക്തന്മാരെ പരിപാലിക്കുന്നു. ഒറ്റപ്പെട്ടു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. ദൈവവചനത്തിൽ അനേക സ്ഥലങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായി കാണുകയും ചെയ്ത അനേക ഭക്തന്മാർ ദൈവത്തോട് ചേർന്ന് നിന്ന് ബലം പ്രാപിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അതേ, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട പത്രോസ്, അതുപോലെ തന്നെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പ്രതികൂലങ്ങൾ അനുഭവിച്ച പൗലോസ്, പ്രതിസന്ധികളുടെ നടുവിൽ തീയിലെറിയപ്പെട്ട ദാനിയേൽ എന്നുവേണ്ട അനേക ഭക്തന്മാർ ജീവിതത്തിൽ പ്രതിസന്ധിയെ ജയിച്ചത് ദൈവത്തോട് ചേർന്ന് നിന്നാണ്. നമ്മുടെയും ജീവിതത്തിൽ ശക്തി ചോർന്നു പോകാതെ, ധൈര്യം ചോർന്നു പോകാതെ, ദൈവിക ബലമേറ്റെടുത്തുകൊണ്ട് ആത്മാവിൽ ശക്തി ധരിച്ച് അനുദിന യാത്രയിൽ മുൻപോട്ട് പോകുവാൻ നാം തയ്യാറാകണം. അതിനെന്താണ് ആവശ്യം? നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നാം വ്യാകുലപ്പെട്ട് ക്ഷീണിതരായി തീർന്നു പോകരുത്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. അതെ, സന്തുഷ്ട ഹൃദയത്തോടെ, നല്ല മനസ്സോടുകൂടി, ധൈര്യമുള്ളവരായി നമുക്ക് മുൻപോട്ട് ജീവിക്കാം. ശത്രുവിനെ നമുക്ക് തോൽപ്പിക്കാനുള്ള ബലം സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പകർന്നു തരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.